മഹാവിഷ്ണുവിൻ്റെ 24 അവതാരങ്ങളെ അറിഞ്ഞിരിക്കണം. സാധാരണയായി ദശാവതാരം അഥവാ 10 അവതാരമാണ് പറയാറുള്ളത്. മത്സ്യം, കൂർമ്മം, ധന്വന്തരി, നരസിംഹം, വാമനം, പരശുരാമൻ, വ്യാസൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. ഇങ്ങനെ കൽക്കി അവതരിക്കേണ്ടതാണ്. ഭഗവാൻ ആദ്യമായി വിരാട് പുരുഷനായി ഭവിച്ചു. പിന്നീട് ബ്രാഹ്മണരുടെ വ്രതം ബ്രഹ്മചര്യം പഠിപ്പിക്കാനായി സനൽകുമാരനായും ഭൂമിയെ ഉയർത്തി കൊണ്ടുവന്ന് യഥാസ്ഥാനത്ത് സ്ഥാപിക്കാനായി വരാഹമായും നാരദനായും ധർമ്മന്റെ ഭാര്യ മൂർത്തിദേവിയിൽ നരൻ എന്നും നാരായണൻ എന്നും ഋഷികളായും സാങ്ക്യം പഠിപ്പിക്കാനായി കപിലനായും അനസൂയാദേവി പുത്രനായി ദത്താത്രേയനായും ആഹൂതിയിൽ യജ്ഞനായും മേരുദേവിയിൽ ഋഷഭനായും പൃഥുവായും മത്സ്യമായും കൂർമ്മമായും ധന്വന്തരിയായും അമൃത് അപഹരിച്ചു പോയ അസുരന്മാരെ വഞ്ചിപ്പാനായി മോഹിനിയായും നരസിംഹമായും വാമനനായും പരശുരാമനായും വ്യാസൻ, ശ്രീരാമൻ, ബലരാമൻ, അപ്പോൾ തന്നെ ശ്രീകൃഷ്ണനായും ബുദ്ധനായും അവതരിച്ചിട്ടുണ്ട്. പൂർണ്ണ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാനായി കൽക്കിയായി അവതരിക്കാനുമുണ്ട്. ഇങ്ങനെ ധർമ്മ സംരക്ഷണം ഭഗവാൻ 24 അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്.